പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് മിനായിൽ സംഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയോടെ മുഴുവൻ തീർത്ഥാടകരും മിനയിലെത്തിക്കഴിഞ്ഞു. അർദ്ധരാത്രിയോടെ തന്നെ അവർ അറഫയിലേക്ക് നീങ്ങി തുടങ്ങും. മിനായിൽ തങ്ങിയ തീർത്ഥാടകർ നമീറ പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം കാരുണ്യത്തിന്റെ മല എന്നറിയപ്പെടുന്ന ജബലുർ റഹ്മയിൽ പ്രാർത്ഥനകളിൽ മുഴുകും. തുടർന്ന് അറഫയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള മുസ്തലിഫയിലേക്ക് നീങ്ങും. അനധികൃതമായി ഹജ്ജ് തീർത്ഥാടനത്തിന് അവസരമൊരുക്കിയ സൗദി സ്വദേശിക്ക് 1 വർഷം തടവും 10,000 റിയാൽ പിഴയും. സോഷ്യൽ മീഡിയ വഴി അനധികൃതമായി ഹജ്ജ് തീർത്ഥാടനത്തിന് ആളുകളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച വ്യക്തിയാണ് പിടിയിലായത്. ഈദ് അവധി ദിനങ്ങളിൽ ദുബായിൽ സാലിക് സമയത്തിൽ മാറ്റം. ഇതനുസരിച്ച് രാവിലെ 6 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 8 വരെയും 6 ദിർഹവും, രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെയും രാത്രി 8 മുതൽ പുലർച്ചെ 1 വരെയും 4 ദിർഹവുമായിരിക്കും നിരക്ക്. പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ സാലിക് സൗജന്യമാണ്. ഈദുൽ അദ്ഹ അവധി ഷാർജയിൽ വരുന്ന വെള്ളിയാഴ്ച മുതൽ 3 ദിവസത്തേക്ക് സൗജന്യ പാർക്കിംഗ്. അതേസമയം ബ്ലൂ പാർക്കിംഗ് സോണുകളിൽ ഈ ഇളവ് ബാധകമല്ല. ഫുജൈറയിൽ കണ്ണൂർ സ്വദേശി വാഹനാപകടത്തിൽ മരിച്ചു. സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിൽ സജീവമായിരുന്ന അഴീക്കോട് മാവില വീട്ടിൽ മുരളീധരൻ എന്ന മുരളി നമ്പ്യാറാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. റോഡ് മുറിച്ചു കടക്കവേ ഫുജൈറ കോർണിഷിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. അൽബഹർ ഷിപ്പിംഗ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. ഒമാനിലെ സലാലയിൽ അന്തരിച്ച നഴ്സിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം മാൻഹോളിൽ വീണ് മരിച്ച കങ്ങഴ കമലാലയത്തിൽ ലക്ഷ്മി വിജയകുമാറിന്റെ മൃതദേഹമാണ് നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയത്. 34 വയസ്സായിരുന്നു. ദുബായ് പ്രിയദർശിനിയുടെ മുൻകാല അംഗവും സഹയാത്രികനുമായിരുന്ന ഹരി മേനോന്റെ വിയോഗത്തിൽ പ്രസിഡന്റ് സി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അനുശോചനം രേഖപ്പെടുത്തി. ടീം ലീഡർ പവിത്രൻ, മുതിർന്ന അംഗങ്ങൾ, വനിതാ അംഗങ്ങൾ എന്നിവർ അദ്ദേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ച് സംസാരിച്ചു. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നാളെ ഖത്തർ കരുത്തരായ ഇറാനുമായി ഏറ്റുമുട്ടും. നിലവിൽ ഗ്രൂപ്പിൽ 4ാം സ്ഥാനത്തുള്ള ഖത്തറിന് 1ാം സ്ഥാനക്കാരായ ഇറാനുമായുള്ള നാളത്തെ മത്സരം നിർണായകമാണ്. ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത് ഉസ്ബെക്കിസ്ഥാനും 3ാം സ്ഥാനത്ത് UAE-യുമാണ്. ഇനി പ്രവാസികൾ അറിയാൻ. ദുബായിലെ വാടകക്കാർക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി ഇജാരി വാടക രേഖകൾ അപ്ഡേറ്റ് ചെയ്യാം. ഇജാരി രജിസ്ട്രേഷൻ പൂർണ്ണമായും ഓൺലൈനായി പൂർത്തിയാക്കാൻ അനുവദിക്കുന്ന സംവിധാനമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതോടെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഇനി നേരിട്ട് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല. അക്കാരി പ്ലാറ്റ്ഫോം വഴിയാണ് വാട്സപ്പ് ഇജാരി അപ്ഡേറ്റുകൾ നടപ്പിലാക്കുന്നത്. പണ്ട് ടൈറ്റിൽ ഡീഡ് ഡാറ്റ ഭേദഗതികൾ, സ്വത്ത് മൂല്യനിർണ്ണയം, ഭൂപട വിതരണം, ഉടമസ്ഥാവകാശ രജിസ്ട്രേഷൻ, വ്യക്തിഗത കമ്പനി വിവരങ്ങൾ എന്നിവ മാത്രമാണ് ഇതുവഴി സാധ്യമാക്കിയിരുന്നത്. ലോകത്ത് എവിടെയിരുന്നാലും ഇപ്പോൾ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ വാടക രേഖകൾ ശരിയാക്കാനുള്ള സൗകര്യം കൂടിയാണ് സാധ്യമാക്കിയിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു.